വെൽക്കം ടു ദി ക്ലാസ്. നമ്മൾ ഇന്ന് നമ്മുടെ അസൈൻമെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. നമ്മുടെ പേഴ്സണാലിറ്റി തിയറിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പറിന്റെ അസൈൻമെന്റിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനകത്ത് 18 ചോദ്യങ്ങളാണുള്ളത് നിങ്ങളുടെ അസൈൻമെന്റിൽ. നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നോ? അപ്പം അതിനകത്ത് 18 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 3 പാർട്ട് ഉണ്ടാവും. പാർട്ട് എ, പാർട്ട് ബിയും പാർട്ട് സിയും. അപ്പം എങ്ങനെയാണ് ഒരു അസൈൻമെന്റിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ഓർഗനൈസ് ചെയ്ത് എഴുതേണ്ടത് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നീട് ഈ 18 ചോദ്യങ്ങളുടെയും ഒരു ബ്രീഫ്ലി എങ്ങനെയാണ് ഇത് ഓരോന്നും എഴുതേണ്ടത്, എന്തൊക്കെ പോയിന്റ്സ് ആണ് പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയാം. അപ്പം ജനറലി പറയാച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ 2023 ജൂലൈ സെഷനിൽ ജോയിൻ ചെയ്തവർക്ക് മാർച്ച് 31 ആണ് അസൈൻമെന്റ് വെക്കേണ്ട അവസാനത്തെ ഡേറ്റ്. 2024 ജനുവരി സെഷനിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ 30 അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് അസൈൻമെന്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മൾ ഏത് പേപ്പറിന്റെ അസൈൻമെന്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ആ അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റിൽ എഴുതണം. അതിന്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള സ്ലിപ്പുകള്, ഫ്രണ്ട് ഷീറ്റുകള് ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് പ്രിന്റ് എടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ അസൈൻമെന്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അപ്പം A4 ഷീറ്റിലാണ് പ്രിഫറബിളി നമ്മൾ അസൈൻമെന്റ്സ് എഴുതുക. വൃത്തിയായിട്ട് അസൈൻമെന്റ് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഏറ്റവും വൃത്തിയായിട്ട്, ഏറ്റവും നീറ്റായിട്ട് ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് ആയിരിക്കും നമ്മൾ തന്നെ കൈവച്ചിട്ട് എഴുതണം നമ്മുടെ അസൈൻമെന്റുകൾ. ഒരിക്കലും ടൈപ്പ് ചെയ്തതോ പ്രിന്റ് എടുത്തതോ ആയിട്ടുള്ള അസൈൻമെന്റ്സുകളൊന്നും സ്വീകാര്യമല്ല. നമ്മൾ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് ആണ് ഇഗ്നോ പ്രിഫർ ചെയ്യുന്നതല്ല, കമ്പൽസറി ആയിട്ടും ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് ആണ് വേണ്ടത്. അപ്പം പേജസ് വാങ്ങിച്ചിട്ട് ഒന്നുകിൽ റൂൾഡ് പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാം, അൺറൂൾഡ് പേപ്പറിൽ എഴുതാം. അപ്പം മാർജിൻ ഇല്ലാത്ത പേപ്പറുകളാണെങ്കിൽ കൃത്യമായിട്ട് മാർജിൻ വരച്ച് ക്വസ്റ്റ്യൻ നമ്പറും ഏത് പാർട്ടാണ് എന്നുള്ളതും കൃത്യമായിട്ട് എഴുതണം. ഇപ്പം ഞാൻ പറയാ വെച്ചാല് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓർഡർ, ആ ഓർഡറിൽ തന്നെ എഴുതി പോകുന്നതാണ് നല്ലത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പറും എഴുതണം. അതുപോലെ തന്നെ ഓരോ പാർട്ടിലും എത്ര ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും നിർബന്ധമായിട്ടും എഴുതണം. 18 ചോദ്യങ്ങളും കമ്പൽസറി അറ്റൻഡ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം പോലും വിടരുത്. കാരണം അസൈൻമെന്റ് ആണ്, പരീക്ഷയല്ലല്ലോ. അപ്പൊ നമുക്ക് റെഫർ ചെയ്തിട്ട് എഴുതാവുന്നതേ ഉള്ളൂ നമുക്ക് അസൈൻമെന്റ്. അപ്പം എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഈ പറഞ്ഞ മാതിരി മാർജിൻ ഇല്ലാത്ത പേജ് ആണെങ്കിൽ മാർജിൻ വരച്ച് നിങ്ങൾക്ക് മാക്സിമം എത്ര വൃത്തിയായിട്ടാണ് അത് എഴുതാൻ പറ്റുക അത്രയും വൃത്തിയായിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോ പാർട്ട് എയില് 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ 3 ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും 15 മാർക്സ് വെച്ചിട്ടായിരിക്കും. അതായത് 15 മാർക്കിന്റെ ആണ് ഓരോ ചോദ്യങ്ങളും ഉണ്ടാവുക. അപ്പൊ മൊത്തം ആ പാർട്ട് എയിലേക്ക് മാത്രം നമുക്ക് 45 മാർക്കായിരിക്കും ഉണ്ടാവുക, 45 മാർക്സ്. പാർട്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വെച്ചിട്ട് 25 മാർക്സ്. പാർട്ട് സി എന്ന് പറയുന്നത് 10 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക്. അങ്ങനെയാണ് മൊത്തത്തിൽ 100 മാർക്സ് ആവുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എല്ലാവരും സ്വയം നിങ്ങൾ തന്നെ എഴുതണം. വേറെ ആരെയും അസൈൻമെന്റ് എഴുതാൻ ഏൽപ്പിക്കരുത്. കാരണം പരീക്ഷ എഴുതേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലെ, വേറെ ആരും നമുക്ക് വേണ്ടി പരീക്ഷ എഴുതില്ല. നമ്മൾ തന്നെയാണ് എക്സാം എഴുതേണ്ടത്. അപ്പം ഈ അസൈൻമെന്റ് എഴുതുക എന്ന് പറയുന്നത് ഓരോ ദിവസമായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഒറ്റ സ്ട്രെച്ചിൽ എല്ലാം കൂടി എഴുതണ്ട. ഓരോ ദിവസങ്ങളായിട്ട് ഇപ്പം വലിയ ചോദ്യങ്ങൾക്ക്, അതായത് 15 മാർക്കിന്റെ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 2-3 ദിവസം എടുത്തിട്ട് ഓരോ ചോദ്യങ്ങളും എഴുതിയാൽ മതി. അപ്പൊ സമയമെടുത്ത് വൃത്തിയായി നമ്മൾ സ്വയം തന്നെ എഴുതണം. അപ്പം നമുക്ക് ഒരു പഠിക്കലും ആവും. അതായത് ആ പേപ്പറിലുള്ള ഒരുപാട് കണ്ടന്റ് നമ്മൾ പഠിച്ച് പ്രിപ്പയർഡ് ആവും കൂടെ ചെയ്യും. അങ്ങനെ ഒരു ഗുണം കൂടി അസൈൻമെന്റ് എഴുതുമ്പോൾ ഉണ്ട്. അപ്പൊ അത് വേറെ ആരെയും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ അസൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയാണ്, വൃത്തിയായിട്ട്, ഏറ്റവും വൃത്തിയായിട്ട് എഴുതാൻ പരമാവധി ശ്രദ്ധിക്കണം. ഞാനത് വീണ്ടും പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് അതിനുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കുറച്ച് ജനറലി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. വളരെ ജനറൽ ആയിട്ട് അസൈൻമെന്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ അസൈൻമെന്റിൽ ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ അസൈൻമെന്റിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ മുഖ്യമായിട്ടും റെഫർ ചെയ്യേണ്ടത്.
പക്ഷെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത് എന്നാണ് ഇഗ്നോ പറയുന്നത്. അക്കോർഡിംഗ് ടു ഇഗ്നോ, നെവർ കോപ്പി പേസ്റ്റ് ഫ്രം യുവർ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, റാദർ നമ്മൾ എന്ത് ചെയ്യണം, അത് വായിച്ചു നോക്കി കൃത്യമായ പോയിന്റ്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ഓരോ ചോദ്യത്തിന്റെയും ഭാഗങ്ങൾ ഏത് യൂണിറ്റിൽ വരുന്നതാണ്, ഏത് ബ്ലോക്കിൽ വരുന്നതാണ് എന്നുള്ള പാഠഭാഗങ്ങൾ കൃത്യമായി വായിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സുകൾ എഴുതി വെച്ച് ഓർഗനൈസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചോദ്യത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പം അസൈൻമെന്റ് ആണെങ്കിലും പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോഴായാലും ദർ ഇസ് എ സ്ട്രക്ചർ. മനസ്സിലായോ? റാൻഡംലി നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതുകയല്ല ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതിന്റെ ഒരു ബോഡി വേണം, ആൻഡ് കൺക്ലൂഷൻ വേണം. എല്ലാ ചോദ്യങ്ങൾക്കും, അത് അസൈൻമെന്റ് ആയിക്കോട്ടെ പരീക്ഷയുടെ ചോദ്യങ്ങളായിക്കോട്ടെ, കൃത്യമായ ഇങ്ങനെ ഒരു ഓർഡർ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതിന്റെ ഒരു മെയിൻ ബോഡി വേണം, ആൻഡ് കൺക്ലൂഷൻ വേണം. അത് നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. എബ്രപ്റ്റ്ലി നമ്മൾ ഒരു അസൈൻമെന്റ് ഒരു ആൻസർ സ്റ്റോപ്പ് ചെയ്യാനോ അതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ആൻസർ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനോ പാടില്ല. കൃത്യമായിട്ടൊരു ഇൻട്രൊഡക്ഷനും അതിന്റെ കണ്ടന്റും അതിന്റെ കൺക്ലൂഷനും എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ, പ്രത്യേകിച്ച് എസ്സേ ഒക്കെ ആണെങ്കിൽ ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കമ്പൽസറി ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിന്റ്സ് എഴുതി പോവാം. അല്ല, നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അതിന് ഉറപ്പായിട്ടും അതിനൊരു ഇൻട്രൊഡക്ഷനും അതിനൊരു കൺക്ലൂഷനും മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളൊരു പേപ്പറും ഒരു പെന്നും കരുതി വെക്കുന്നത് നന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് പോകാം. അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്ത് പോകാം. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോ നമുക്കത് ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. സോ നമ്മുടെ പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. ഈ പറഞ്ഞ മാതിരി ഇതാണ് നമ്മുടെ അസൈൻമെന്റ്. സോ ആദ്യത്തെ ചോദ്യം, ഇത് പാർട്ട് എയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മാതിരി 3 ചോദ്യങ്ങളാണുള്ളത്. 1, 2, 3. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 5 to 6 പേജസ് എങ്കിലും നിങ്ങളെ ഉറപ്പായിട്ട്, അതായത് 6 പുറമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 5 to 6 പുറമെങ്കിലും ഈ ഒരു 15 മാർക്കിനുള്ള ചോദ്യത്തിന് നമ്മൾ എന്ത് എഴുതണം, നമ്മൾ ഉത്തരം എഴുതണം. അപ്പം അത് എന്ന് പറയുന്നത് വലിച്ചു നീട്ടി എഴുതേണ്ടിയൊന്നും വരില്ല. കാരണം കൃത്യമായ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഇതിന്റെ മെയിൻ കണ്ടന്റ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേനും അത്രയൊക്കെ പേജസ് വരും. അതുകൊണ്ടാണ് അത് 15 മാർക്കിന്റെ ചോദ്യമായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നാണ് ഫസ്റ്റ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യാൻ എന്തെങ്കിലും കരുതി വെക്കണേ. അപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഇത് എന്താണ്, ഇതൊരു 15 മാർക്കിന്റെ ചോദ്യമാണ് നമുക്കറിയാം. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിന് എഴുതണം. ഇൻട്രൊഡക്ഷൻ എഴുതണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇതിന് എന്താണ് എഴുതുക, നമ്മൾ ഇതിന്റെ നിങ്ങൾ ഇത് നോക്കുക. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതൊരു എസ്സേ ചോദ്യം ആയതുകൊണ്ടും നമുക്ക് 15 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ടും നമുക്ക് നേരിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി തുടങ്ങാനായിട്ട് സാധിക്കില്ല. സോ ദർ ഷുഡ് ബി ആൻ ഇൻട്രൊഡക്ഷൻ ഫോർ ദിസ്. അപ്പൊ ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണാലിറ്റിയുടെ ഒരു ഡെഫിനേഷൻ നമുക്ക് അവിടെ പറയാം. 1 or 2 ഡെഫിനേഷൻസ് നമുക്ക് പറയാം. ആ ഡെഫിനേഷൻസിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എഴുതാം. അത് യുണീക്ക് ആണെന്ന് എഴുതാം. പേഴ്സണാലിറ്റിയുടെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാ വെച്ചാൽ അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഇൻട്രൊഡക്ഷനിൽ. എന്നിട്ട് നമുക്ക് പറയാം ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റില് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് എന്താ പറയുക, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട്. അപ്പൊ എന്ത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോ മേജർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ദ റൂൾ ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേണം ഇതിന്റെ അണ്ടറിൽ വരുന്ന ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് എഴുതാൻ. മനസ്സിലായോ? സോ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമ്മൾ എന്താ എഴുതേണ്ടത്, പേഴ്സണാലിറ്റി എന്താണെന്നും അതിന്റെ ഡെഫിനേഷൻസും അതിന്റെ പെക്യൂലാരിറ്റീസും ഒക്കെ ഉൾപ്പെടുത്തി പിന്നീട് നമ്മൾ ഇന്ന ഫാക്ടേഴ്സുകൾ ഉണ്ട്, ജനറൽ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല, മേജർ ആയിട്ടുള്ള ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പോലുള്ള മറ്റ് ഫാക്ടേഴ്സിനെ കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്തിലേക്ക് എത്താൻ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ. സോ ദാറ്റ് ഇസ് ദ ഇൻട്രൊഡക്ടറി പാർട്ട്. മനസ്സിലായോ? അപ്പൊ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തോരുണ്ട്. അപ്പം ഇനി നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് എഴുതിയിട്ട് വേണം, ഒരു എന്താ പറയുക കുഞ്ഞ് ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് വേണം എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ജനറലി ഉദ്ദേശിക്കുന്നത്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എത്രത്തോളം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്,
എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് എഴുതി അതിന്റെ അടിയിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് എഴുതാം. അതിനുശേഷം നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന്റെ അണ്ടറിൽ ഇനിയും ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പം ഇത് എഴുതിയ മാതിരി ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ്, ഇമോഷണൽ ഡിറ്റർമിനൻസ്, ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ്. ഈ മൂന്നെണ്ണമാണ് നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേജർ ഒരു ഇതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ പിന്നീട് ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ് എന്താണ് ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ്, വാട്ട് ഡു യു മീൻ ബൈ ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ്, ആൻഡ് അത് എത്രത്തോളം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇമോഷണൽ ഡിറ്റർമിനൻസ്. ഇതിനൊക്കെ ഓരോ ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. പരത്തി എഴുതരുത്. കൃത്യമായ സബ് ഹെഡിങ്ങുകൾ കൊടുത്ത് ഓരോ ഹെഡിങ്ങിനും അണ്ടർലൈൻ ചെയ്ത് ഒരു വരി വിട്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ എഴുതാനായിട്ട്. എന്നാലാണ് നമുക്കത് ക്യാച്ചി ആവുള്ളൂ, അത് ആ ഒരു അത്രയും ഓർഗനൈസ്ഡ് ആവുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതണം. അതായത് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ഇൻട്രൊഡക്ഷനിൽ പേഴ്സണാലിറ്റിയെ കുറിച്ചും അതിന്റെ ഡെഫിനിഷൻസിനെ കുറിച്ചും അതിന്റെ പെക്യൂലിയാരിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എഴുതി. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എഴുതി അതിന്റെ അണ്ടറിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷമാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന്റെ ഉള്ളിൽ വരുന്ന മറ്റ് ഫാക്ടേഴ്സിന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ആ ഓരോ ഫാക്ടറും എടുത്ത് തന്നെ ഓരോ സബ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ മാത്രമല്ല, മറ്റുള്ള പുസ്തകങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള റെഫറൻസുകളെല്ലാം നമുക്ക് എന്തിനു ഉൾപ്പെടുത്താം, ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം ആ റെഫറൻസുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എല്ലാ അസൈൻമെന്റിന്റെ അവസാനം റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ വെക്കണം. അതിനകത്ത് നമ്മൾ APA സ്റ്റൈലിൽ, APA എന്താ പറയുക 7th എഡിഷൻ എന്ന് പറയാം, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ് APAയുടെ ഫുൾ ഫോം. അപ്പം റെഫറൻസ് എങ്ങനെയാണ് ഒരു റെഫറൻസ് എഴുതേണ്ടത് എന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ APA റെഫറൻസ് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. എല്ലാ അസൈൻമെന്റിന്റെയും അവസാനം there should be a page. അതിനകത്ത് നമ്മൾ റെഫറൻസ് എഴുതി നമ്മൾ ഏതൊക്കെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഇപ്പം വെബ്സൈറ്റുകളാണെങ്കിൽ അതിന്റെ ലിങ്കുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെഫറൻസ് പേജ് വെക്കാൻ ഒരിക്കലും വിട്ടുപോകരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി ഈ ഡിറ്റർമിനൻസിനെ കുറിച്ചിട്ട്, ഇപ്പൊ ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ്, ഇമോഷണൽ ഡിറ്റർമിനൻസ്, ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിത് കൺക്ലൂഡ് ചെയ്യണം. ഈ ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ഡിറ്റർമിനൻസിനെ കുറിച്ച് എഴുതി അടുത്ത ചോദ്യം ഒരിക്കലും തുടങ്ങരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും എഴുതിയതിന് നമ്മളൊരു കൺക്ലൂഡിങ് ഒരു പാരഗ്രാഫ് എഴുതണം. വളരെ കുറച്ചൊരു 3-4 സെന്റൻസിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ എന്ന് പറഞ്ഞ് വളരെ ജനറലി ഇതിനെ കുറിച്ചെല്ലാം ഒരു വളരെ സർഫസ് ലെവലിൽ വളരെ ജനറൽ ആയിട്ട് നമ്മളൊരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് വേണം നമ്മുടെ ഈ ഒരു ചോദ്യത്തിന് എന്ത് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പൊ ഓരോന്നിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഇപ്പൊ ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നും ഓരോ സബ് ഹെഡിങ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ് ആയാലും ഇമോഷണൽ ഡിറ്റർമിനൻസ് ആയാലും അതിന്റെയൊക്കെ താഴെ മറ്റ് പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സബ് ഹെഡിങ് ആയി നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ നോക്കുക ഏതിനെയൊക്കെ നമുക്ക് സബ് ഹെഡിങ്സിന്റെ അണ്ടറിലോ സബ് ഹെഡിങ്സ് ആക്കാം. അങ്ങനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഓർഡർലി ആയിട്ട് എഴുതുന്നതാണ് നമ്മുടെ ഒരു എസ്സേ. അപ്പം ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ ചോദ്യം ഈ ഒരു ചോദ്യമാണ്. നമുക്ക് മാർച്ച് വരെ സമയമുണ്ട്. മാർച്ച് 31 വരെ നിങ്ങൾക്ക് വെക്കാം. ഇപ്പൊ ജൂലൈ സെഷനിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നമുക്ക് മാർച്ച് വരെ സമയമുണ്ട്. അപ്പം ഇപ്പൊ തന്നെ തുടങ്ങുക, അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം കുറച്ചീശെ എഴുതുക. പക്ഷെ മടി വിചാരിക്കരുത്, 2 ദിവസം കൊണ്ടൊക്കെ എഴുതി തീർക്കാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും എന്താ പറയാ, നമുക്ക് എഴുതി തീരുകയും ചെയ്യില്ല. അതിന്റെ ഒരു ക്വാളിറ്റിയും ഭയങ്കര പുവറായിരിക്കും. അപ്പൊ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഒരു ½ hour ഒരു 1 hour എങ്കിലും സ്പെൻഡ് ചെയ്യാം നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്.